മക്ക സംയുക്ത പ്രതിരോധ കരാറിന്റെ വിശേഷങ്ങളാണ് വേൾഡ് ഇൻവേർഡ്സിൽ ആദ്യമായി സംസാരിക്കുന്നത്. ഒപ്പം തുണീഷ്യയിൽ അന്നഹദ ഉയർത്തെഴുന്നേൽക്കുമെന്ന വാർത്തയും ഡെൻമാർക്കിൽ AI ഉപയോഗിച്ച് ജോലി തീർക്കുന്ന വിദ്യാർത്ഥികളെ കൊടുക്കാനുള്ള പദ്ധതിയെക്കുറിച്ചും. ലോകത്തിന് ഭീഷണിയായ അമേരിക്കയും ഇസ്രായേലും മാറിക്കൊണ്ടിരിക്കുന്നു എന്നതും സമാധാനം പുനഃസ്ഥാപിക്കണമെങ്കിൽ അവരെ പിടിച്ചുകെട്ടിയേ പറ്റൂ എന്നുമുള്ള ചിന്തകളിൽ നിന്നാണ് സൗദി അറേബ്യയും തുർക്കിയും പാകിസ്ഥാനും ചേർന്ന് മക്ക കരാറിന് രൂപം നൽകിയിരിക്കുന്നതെന്നാണ് വാർത്തകളിൽ നിന്നും പൊതുവെ മനസ്സിലാക്കാനാവുന്ന സംഗതി. പക്ഷെ തങ്ങളുടെ രക്ഷയ്ക്കപ്പുറം മറ്റെന്തെങ്കിലും ഈ കരാറിന് പിന്നിലുണ്ടോ എന്ന കാര്യത്തിൽ സംശയിക്കുന്ന നിരീക്ഷകരും ഇല്ലാതില്ല. അമേരിക്കയുടെ ആക്രമണത്തെ പ്രതിരോധിക്കാൻ ഇറാൻ അറബ് രാജ്യങ്ങളിൽ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചപ്പോൾ അത് തടയാൻ അമേരിക്കയെ കണ്ടില്ല എന്നത് അറബ് രാജ്യങ്ങളെ കുറച്ചൊന്നുമല്ല നിരാശപ്പെടുത്തിയത്. രക്ഷിക്കാൻ അമേരിക്ക ഉണ്ടാവുമെന്നത് ഒരു തോന്നൽ മാത്രമാണോ എന്ന് അവർക്ക് തോന്നി തുടങ്ങിയെങ്കിൽ അതിനവരെ കുറ്റം പറയാൻ പറ്റില്ല. സ്വന്തമായി സംഘടിക്കുകയും പ്രതിരോധിക്കുകയും ചെയ്താലേ തങ്ങളുടെ രാഷ്ട്രങ്ങൾക്ക് പിടിച്ചു നിൽക്കാനാവൂ എന്ന കണ്ടെത്തലിൽ അവരെത്തിക്കാണണം. ചൈനക്കാരുടെ കണ്ടെത്തൽ അതാണ്. അമേരിക്കയെ വിശ്വസിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് തുർക്കിയും പാകിസ്ഥാനും സൗദിയും ചേർന്ന് ഒരു പ്രതിരോധ കരാറിൽ എത്തിയിരിക്കുന്നത് എന്നാണ് അവരുടെ വിലയിരുത്തൽ. അമേരിക്കയെ എങ്ങനെയെങ്കിലും പറഞ്ഞു വിശ്വസിപ്പിച്ച് കൂടെ നിർത്തിയാലും ഇസ്രായേൽ കണ്ണുരുട്ടിയാൽ അമേരിക്ക കവാത്ത് മറക്കുമെന്നും ഈയിടെയുണ്ടായ സംഭവ വികാസങ്ങളിൽ നിന്നും പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ട്രംപിന്റെ നേതൃത്വത്തിലുള്ള സമാധാന കരാറൊന്നും നടപ്പാക്കാൻ പോകുന്നില്ലെന്നും ലബനാനിൽ നിന്ന് തങ്ങൾ പിന്മാറുന്ന പ്രശ്നമില്ലെന്നും ഇടയ്ക്കിടയ്ക്ക് നെതന്യാഹു പ്രസ്താവിക്കുന്നതും അതുകൊണ്ടാണ്. എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ എന്നല്ലാതെ ശക്തമായ നിലപാടെടുക്കാൻ അമേരിക്കയ്ക്ക് സാധിക്കുന്നില്ല എന്നതും ഇവരെ ഭയപ്പെടുത്തുകയും ആശങ്കയിലാക്കുകയും ചെയ്യുന്നുണ്ട്. ഇസ്രായേൽ പറയുന്നത് കേട്ട് ഹമാസിനെ നിരായുധരാക്കാൻ പണിയെടുത്താൽ ആ അവസരം ഉപയോഗിച്ച് ഇസ്രായേൽ ഗസയിലെ സൈനിക ശക്തി വർദ്ധിപ്പിക്കാനായിരിക്കും ശ്രമിക്കുക എന്നും ഇവർക്കുറപ്പുണ്ട്. യുദ്ധം തീരണമെന്ന് എല്ലാവർക്കും അഭിപ്രായമുണ്ടെങ്കിലും അതിന് വെക്കുന്ന ഉപാധികൾ നടപ്പിലാക്കപ്പെടുമോ എന്ന കാര്യത്തിൽ അവരെല്ലാം ആശങ്കാകുലരാണ്. ഷെബ്രാശത്തിയിലെ കൂട്ടക്കൊല ആരൊക്കെ മറന്നാലും ഹമാസ് അടക്കമുള്ളവർ അത് മറക്കാൻ ഇടയില്ല. ചർച്ചകൾക്കും മാധ്യസ്ഥങ്ങൾക്കും നേതൃത്വം വഹിച്ചവരെല്ലാം കൈ കഴുകി കരക്കിരുന്ന സംഭവം ലോകം കണ്ടു മറന്നെങ്കിലും അനുഭവിച്ചവർക്ക് അത് മറക്കാനാവില്ലല്ലോ. അന്ന് അമേരിക്ക നേതൃത്വം കൊടുത്ത മറുപടിയും അവർ ഓർത്തിരിക്കും. ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല, ഞങ്ങൾക്കൊന്നും ചെയ്യാനുമില്ല. മറ്റുള്ളവർ നൽകിയ വാഗ്ദാനങ്ങൾ പരസ്പരം കൈമാറുക മാത്രമാണ് ഞങ്ങൾ ചെയ്തത്. എതിർവശത്തുള്ളവർ കരാർ പാലിക്കുമെന്ന് അവരുടെ വാക്ക് കേട്ട് ഞങ്ങൾ വിശ്വസിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. 4000-ത്തിനടുത്ത ആളുകളെ കൊന്നൊടുക്കിയ ഏരിയൽ ഷാറോണിന്റെ പടയെ ന്യായീകരിക്കുകയായിരുന്നു അമേരിക്ക അന്ന്. മക്ക സംയുക്ത പ്രതിരോധ കരാർ മേഖലയിൽ എന്തെങ്കിലും ഫലമുണ്ടാക്കുമോ എന്ന കാര്യത്തിൽ അനുകൂലമായും പ്രതികൂലമായും അഭിപ്രായങ്ങൾ നിലനിൽക്കുന്നുണ്ട്. തങ്ങളിൽ ഏതെങ്കിലും ഒരു രാജ്യത്തെ ആരെങ്കിലും ആക്രമിച്ചാൽ അത് 3 പേരെയും ആക്രമിച്ചതിന് തുല്യമായിരിക്കുമെന്നും അത്തരത്തിലായിരിക്കും തിരിച്ചടി എന്നുമാണ് പ്രധാന വ്യവസ്ഥ. നേരത്തെ ഇത്തരത്തിൽ സൗദിയും പാകിസ്ഥാനും തമ്മിൽ കരാറുണ്ടായിരുന്നുവെങ്കിലും പ്രത്യേകിച്ചൊന്നും സംഭവിച്ചിട്ടില്ലെന്ന വിലയിരുത്തലും ഉണ്ട്. വൻ സൈനിക ശക്തിയുള്ള നാറ്റോയിലെ കാര്യപ്പെട്ട ആളായ തുർക്കിയും ആണവ ശക്തിയായ പാകിസ്ഥാനും എണ്ണപ്പണം ഏറെയുള്ള സൗദിയും ചേർന്നാൽ ചിലതൊക്കെ സംഭവിക്കാതിരിക്കില്ല എന്ന് വിശ്വസിക്കുന്നവരും ഇല്ലാതില്ല. അതെന്തിനായിരിക്കുമെന്ന കാര്യത്തിലാണ് പലർക്കും ആശങ്കയുള്ളത്. ഈ കരാർ ഏതെങ്കിലും ഒരു രാജ്യത്തിനെതിരല്ലെന്നും വെറും പ്രതിരോധം മാത്രം ലക്ഷ്യം വെച്ചാണെന്നുമാണ് തുർക്കി അഭിപ്രായപ്പെടുന്നത്. നിലവിലുള്ള ഒരു കരാറുകളെയും സന്ധികളെയും ഇത് ബാധിക്കില്ലെന്നും താല്പര്യമുള്ള മറ്റു രാജ്യങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനോടൊപ്പം ചേരാമെന്നും അവർ പറയുന്നുണ്ട്. ഈജിപ്തിനെ കൂടെ ഈ സഖ്യത്തിന്റെ ഭാഗമാക്കണമെന്ന് തുർക്കിക്ക് ആഗ്രഹമുണ്ടെങ്കിലും ഈജിപ്ത് ഇതിന്റെ അടുത്തേക്ക് പോലും വരരുത് എന്നാണ് സൗദിയുടെ താല്പര്യമെന്ന് വാർത്തകൾ പറയുന്നു. സിസിക്ക് കൊടുത്ത പിന്തുണയ്ക്കുള്ള നന്ദി ഈജിപ്ത് കാണിച്ചില്ലെന്നാണ് സൗദി ഭരണകൂടം വിശ്വസിക്കുന്നത്. തങ്ങളിൽ നിന്ന് പണം കൈപ്പറ്റി UAEക്ക് പിന്തുണ കൊടുക്കുകയും അതുവഴി തങ്ങളുടെ ശത്രുക്കളായ തെക്കൻ യമനിലെ സർക്കാർ വിരുദ്ധരെ സഹായിക്കുകയാണ് ചെയ്തത് എന്നും ഇവർ വിശ്വസിക്കുന്നു. ഇറാന്റെ അടി ഇടയ്ക്കിടെ കിട്ടിക്കൊണ്ടിരിക്കുന്ന സൗദിയെ സംബന്ധിച്ചിടത്തോളം ഈ കരാർ വളരെ അത്യാവശ്യമാണ്. ആക്രമണം സൗദിക്കെതിരാവുന്ന പക്ഷം ശക്തമായ തിരിച്ചടിക്ക് ഈ സഖ്യം ഉപകരിച്ചേക്കാം. ഹൂത്തികളുടെ വകയുള്ള അടിയും നിലവിൽ സൗദിക്ക് ഭീഷണിയായിട്ടുണ്ട്. പാകിസ്ഥാൻ ആവട്ടെ ഇസ്ലാമിക രാജ്യങ്ങളുടെ ഇസ്രായേലിനെതിരായ സഖ്യമായാണ് ഇതിനെ വിലയിരുത്തുന്നത്. ഗൾഫ് മേഖലയിലെ അമേരിക്കൻ കേന്ദ്രങ്ങൾ ആക്രമിക്കുന്ന ഇറാൻ ഈ സഖ്യത്തെ ഭയക്കേണ്ടതുണ്ടെന്ന് ആളുകൾ പറയുന്നുണ്ടെങ്കിലും അത്തരമൊരു സാഹചര്യമില്ലെന്നാണ് ഇറാന്റെ വിലയിരുത്തൽ. തുണീഷ്യയിൽ നിന്ന് വരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത് 5 വർഷത്തെ കൈസ് സയ്യിദിന്റെ ഭരണം ജനങ്ങൾക്ക് മടുത്തു തുടങ്ങിയെന്നാണ്. ജനാധിപത്യത്തെ അട്ടിമറിച്ചു തുടങ്ങിയ ഭരണം ഇപ്പോൾ ജനവിരുദ്ധമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ നൽകുന്ന സൂചന. അന്നഹദ പാർട്ടി സാഹചര്യം ഉപയോഗിച്ച് ഉയർത്തെഴുന്നേൽക്കാനുള്ള സാധ്യതയെക്കുറിച്ചും വിദഗ്ധർ സംസാരിക്കുന്നുണ്ട്.
ജയിലും പീഡനവും രാഷ്ട്രീയമായ പകപോക്കലും എല്ലാം അന്നഹതയെ തകർത്തിട്ടുണ്ടെങ്കിലും അവ തങ്ങൾക്ക് ഊർജമാണെന്നാണ് സംഘടനയുടെ പുതിയ തലമുറ പറയുന്നത്. ഇസ്ലാമിക രാഷ്ട്രീയത്തെക്കാൾ ജനം മതേതരത്വ സംഘടനകളെ ഇഷ്ടപ്പെടുന്നുവെന്നത് വെറും പ്രചാരണം മാത്രമാണെന്നും ഇവർ പറയുന്നു. ഇസ്ലാമും ജനാധിപത്യവും ഒന്നിച്ച് സഞ്ചരിക്കാനുള്ളതാണെന്ന് തങ്ങൾ മുൻകാലത്തെ ഭരണം കൊണ്ട് തെളിയിച്ചതാണെന്നും ഇവർ പറയുന്നുണ്ട്. പക്ഷെ അത്ര ജനാധിപത്യം അന്നഹതയ്ക്ക് ആവശ്യമില്ലെന്ന വാദവും നിലനിൽക്കുന്നു. പള്ളികളിൽ രാഷ്ട്രീയം പറയരുത് എന്ന തരത്തിൽ നയം മാറ്റം സംഭവിച്ച അന്നഹതയ്ക്ക് ഇസ്ലാമിക പാരമ്പര്യത്തെ കുറിച്ച് സംസാരിക്കാൻ അവകാശമില്ലെന്നാണ് ഇവരുടെ അഭിപ്രായം. രാഷ്ട്രീയ ഇസ്ലാം ജനാധിപത്യത്തെ പിന്തുണയ്ക്കുന്നതാണെന്നും ജനാധിപത്യത്തെ വിജയിപ്പിച്ചെടുക്കാനാണ് തങ്ങളുടെ ശ്രമമെന്നും ലോകത്തെ ബോധിപ്പിക്കാൻ ഒരുപാട് ശ്രമങ്ങൾ അന്നഹത നടത്തി. ഈ ബോധിപ്പിക്കലുകൾക്കിടയിൽ ഭരിക്കാൻ മറന്നുപോയതാണ് സംഘടനയ്ക്ക് പറ്റിയ കുഴപ്പമെന്ന് വിശ്വസിക്കുന്ന പുതുതലമുറ അന്നഹതയിലുണ്ട്. അതേസമയം തടവിലാക്കപ്പെട്ട നേതാക്കളുടെ മോചനവും പീഡിപ്പിക്കപ്പെട്ട അംഗങ്ങളുടെ സംരക്ഷണവും തന്നെ ഒരു വലിയ ഉത്തരവാദിത്തമായി നിലനിൽക്കെ എങ്ങനെ രാജ്യത്തിന്റെ രാഷ്ട്രീയത്തിൽ ഇടപെടാൻ അന്നഹതയ്ക്ക് കഴിയുമെന്ന ആശങ്ക നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം രാജ്യം ഇനി എന്നൊരു ജനാധിപത്യ പ്രക്രിയയ്ക്ക് വിധേയമാകും എന്ന കാര്യത്തിൽ ഒരു നിശ്ചയവുമില്ലാത്ത സ്ഥിതിക്ക് തിരഞ്ഞെടുപ്പും വിജയവും ഒക്കെ ഒരു സ്വപ്നമായി മാത്രം അവശേഷിക്കാനാവും സാധ്യത. കൃത്രിമ ബുദ്ധിയെ നേരിടാൻ പുതിയ വഴികൾ തേടി ഡെൻമാർക്ക്. വീട്ടിലിരുന്നോ അല്ലാതെയോ എഴുതുന്ന പരീക്ഷകൾ, അസൈൻമെന്റുകൾ എന്നിവ കൊണ്ട് മാത്രം ഒരു വിദ്യാർത്ഥിയെ വിലയിരുത്താതെ അക്കാര്യങ്ങൾ അവരുടെ വായിൽ നിന്നും കേട്ടാൽ മാത്രം വിജയിപ്പിച്ചാൽ മതി എന്നാണ് സർക്കാരിന്റെ തീരുമാനം. പോരാത്തതിന് അസൈൻമെന്റുകളെല്ലാം സ്കൂളിൽ വെച്ച് തന്നെ പൂർത്തീകരിക്കാനും നിർദ്ദേശമുണ്ട്. നന്ദി.